ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. നമ്മുടെ മുറ്റത്തെയൊക്കെ വെള്ളം നല്ല രീതിക്ക് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിക്ക് മഴയൊന്നും പെയ്യാഞ്ഞത് കൊണ്ട് തന്നെ രാത്രിക്ക് മുറ്റത്ത് കിടന്ന വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. പക്ഷേ ഭയങ്കര ചെളിയാണ് കേട്ടോ മുറ്റത്ത്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ട് പല്ലൊക്കെ ഒന്ന് തേക്കാമെന്ന് കരുതി. ഇന്ന് നല്ലപോലെ വെയിലൊക്കെ തെളിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അടുത്താണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ 2 കെട്ട് തുണി വിരിക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ നല്ലപോലെ മഴയായിരുന്നെങ്കിൽ പോലും ഒരു 2-3 മിനിറ്റ് ഒന്ന് തോർന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ തുണി അലക്കാൻ ഇറങ്ങും. അങ്ങനെ തുണിയൊക്കെ അലക്കി കൂട്ടി ഒരു ബക്കറ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റല്ല 2-3 ബക്കറ്റ് നിറച്ച് തുണിയുണ്ട് കേട്ടോ. പിള്ളേരുടെയും എൻ്റെയും ചേട്ടൻ്റെ അനിയൻ്റെയൊക്കെ തുണികൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പല്ല് തേപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ട്രിപ്പ് തേക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ ഒന്ന് മാറി കേട്ടോ. കാരണം അത് നമ്മുടെ വഴിയും കൂടെ ആയതുകൊണ്ട് അവിടെ നിന്ന് പല്ലൊന്നും തേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് മാറി കേട്ടോ. ഞാൻ ഇവിടെ ആദ്യം നിൽക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് ചേറൊക്കെ കുറുകി കിടക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം ഇറങ്ങിപ്പോയാലും ഈ ഒരു വീടിൻ്റെ പുറകുവശത്ത് നിന്ന് വെള്ളം ഇറങ്ങി പോകത്തില്ല. കാരണം ഇത് പണ്ട് തോടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പൂഴിയിട്ട് നികത്തിയതാണ്. എന്നാലും വെള്ളം കെട്ടിക്കിടക്കും കേട്ടോ. അവിടെ പുറകിലെ വെള്ളമൊന്നും പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല. പിന്നെ നമ്മൾ തുണി വിരിക്കണ പറമ്പിലെ വെള്ളവും പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല കേട്ടോ. അവിടെയും നല്ല രീതിക്ക് വെള്ളമുണ്ട്. മുറ്റത്തൊക്കെ വെള്ളം നല്ലപോലെ ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് പല്ല് തേച്ച് വാ കഴുകാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് ചേട്ടനിപ്പോൾ കൊണ്ട് തന്നെ കേട്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ പല്ല് വേദന വന്നപ്പോഴത്തേക്കും ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം ഉപയോഗിച്ചാണ് പല്ല് തേച്ച് വാ കഴുകാവുള്ളൂ കേട്ടോ. പല്ലിന് നല്ലപോലെ വേദന ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ. അപ്പം അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ ചൂടുവെള്ളത്തിലാണ് കേട്ടോ വായൊക്കെ കഴുകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അലക്കുകല്ല് സെറ്റ് ചെയ്തത്. പുതിയ അലക്കുകല്ലൊന്നും അല്ല, അപ്പുറത്തെ അലക്കലിൻ്റെ ആയിട്ട് മരം വീണ് കിടക്കുന്നതുകൊണ്ട് താൽക്കാലികമായിട്ടൊരു കല്ലെടുത്ത് ഉരലിൻ്റെ പുറത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അമ്മയുടെ ഒരേ കഥകളൊക്കെ പറഞ്ഞു തന്നതാണ് കേട്ടോ പല്ലൊക്കെ തേക്കുന്നത്. അമ്മ അപ്പുറത്ത് നമ്മുടെ പഴയ അടുക്കളയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ചോറ് വെക്കുവാണ്. അമ്മയുടെ ഓരോ കാര്യങ്ങൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് റീൽസ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ഞങ്ങൾ ഇന്ന റീൽസ് ചെയ്യും, ഇന്നതാണ് കഥ എന്നൊക്കെ അമ്മേനെ ഞാൻ കഥ പറഞ്ഞ് കേൾപ്പിക്കും കേട്ടോ. ചില വീഡിയോസിലൊക്കെ അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റണതാണെങ്കിൽ ഞാൻ തന്നെ നിർബന്ധിച്ച് അമ്മ വെറുതെ ഇരുന്നാൽ മതി, കസേര ഇരുന്നാൽ മതി, അല്ലെങ്കിൽ തറയിൽ ഇരുന്നാൽ മതി, അങ്ങനെ നമ്മുടെ ഓരോ ഇതനുസരിച്ച് ഞാൻ പറയുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് സഹായിക്കും കേട്ടോ. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് പല്ല് തേപ്പെല്ലാം കഴിയുമ്പോഴത്തേക്കും ഞാനും അനിയനും കൂടിയിട്ട് നേരെ തുണിയൊക്കെ വിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. കുറേ തുണിയുള്ളപ്പോഴത്തേക്കും അനിയൻ എൻ്റെ കൂടെ സഹായിക്കാൻ വരും, അല്ലെങ്കിൽ ചേട്ടൻ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടൻ പിള്ളേരെ നോക്കണം ജോലി ഏറ്റെടുത്തുകൊണ്ട് അനിയനെയും കൊണ്ട് പോകാമെന്ന് കരുതി. ഇവിടെ കണ്ടോ നല്ലപോലെ വെള്ളമുണ്ട് കേട്ടോ. നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം ഇറങ്ങിപ്പോയാലും ഇവിടുന്ന് ഇപ്പം എങ്ങും വെള്ളം ഇറങ്ങി പോകത്തില്ല. കാരണം ഇത് നല്ലപോലെ താണ പറമ്പാണ് കേട്ടോ. നമ്മുടെ മുറ്റമൊക്കെ മണ്ണിട്ട് പൊക്കിയത് കൊണ്ട് തന്നെ അവിടെ കുറച്ച് പൊക്കപ്രദേശമാണ്, വെള്ളം കയറും. എന്നാലും അവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഇവിടുത്തെ വെള്ളം ഇപ്പം എങ്ങും ഇറങ്ങത്തില്ല കേട്ടോ. പക്ഷേ നിറച്ച് പുല്ലായതുകൊണ്ട് പിന്നെ അങ്ങനെ ചെളിയില്ല കേട്ടോ ഇവിടെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ ഈ വെള്ളത്തിന്. കാരണം ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള വേസ്റ്റും ഇതൊക്കെ ഒഴുകി വന്ന് ഈ വെള്ളമൊന്നും പോകാനായിട്ട് സ്ഥലമില്ല കേട്ടോ. എല്ലായിടത്തും വഴിയൊക്കെ അടച്ചുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അങ്ങനെ ഒരു ലോഡ് തുണിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആയിട്ടും ചേട്ടൻ്റെ ആയിട്ടും അനിയൻ്റെയും പിള്ളേരെയൊക്കെ ഒത്തിരി തുണിയുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ അടുപ്പിച്ച് മഴയായിരുന്നുകൊണ്ട് നമുക്കൊന്നും വിരിക്കാനായിട്ട് യാതൊരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് കേട്ടോ തുണിയൊക്കെ വിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു കാര്യം പറയാനും കൂടെ ആഗ്രഹിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ അനിയനാണെങ്കിൽ ജോലിക്ക് പോയ സ്ഥലത്ത് അനിയൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ആ ആൾ അനിയൻ്റെ അടുത്തൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഏതോ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ അധിക്ഷേപിച്ച് സംസാരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി. അവൻ കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് വീഡിയോയിലാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാ ഇതും ഉണ്ടായേ, അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. അപ്പോൾ അവരത് കേട്ടതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ രീതി അവർക്ക് ആ ഒരു ഇതിൽ മനസ്സിലായതായിരിക്കും കേട്ടോ. അത് കേട്ടപ്പം ഭയങ്കര സങ്കടമായി. ഒരിക്കലും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയെ അധിക്ഷേപിച്ച് സംസാരിക്കത്തില്ല. ഞാൻ ആരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിന് തുല്യമാണ് കേട്ടോ. എൻ്റെ വൈക്കത്തപ്പന് തുല്യമാണ് ഈ ഒരു കുടുംബം. കാരണം എൻ്റെ അനുഭവം എനിക്ക് മാത്രമേ അറിയാവുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്നപ്പം ഞാൻ ഹാപ്പി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല.
പക്ഷേ ഈ ഒരു കുടുംബത്തിലേക്ക് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ഒരുപാട് എൻ്റെ എല്ലാ കാര്യത്തിനും കൂട്ട് നിന്നത് ഇവിടുത്തെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടനും അനിയനും ഒക്കെയാണ് കേട്ടോ. എൻ്റെ 2 മക്കളുണ്ടാകുന്ന സമയത്തും എൻ്റെ ഹോസ്പിറ്റൽ കേസ് കെട്ടും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും എല്ലാത്തിനും എൻ്റെ കൂടെ ദൈവത്തിന് തുല്യമായിട്ട് എൻ്റെ കൂടെ നിന്നാണ് കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും അനിയനും ചേട്ടനൊക്കെ. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരെ അധിക്ഷേപിച്ച് സംസാരിക്കത്തില്ല. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഇങ്ങനെയായിരുന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് ഒരുപാട് പാത്രങ്ങളോ അങ്ങനെ ഒരു സാധനങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു വീടായിരുന്നു. 2 മുറിയും ഒരു സിറ്റ് ഔട്ടും മാത്രമുള്ളൊരു വീടായിരുന്നു. കിച്ചൺ പോലും പുറത്തൊരു ഷെഡിലായിരുന്നു. അപ്പം ഒരുപാട് പാത്രങ്ങളോ സാധനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സാധാരണ ഈ വലിയ വീടുകളിലോ അല്ലെങ്കിൽ ചെറിയ വീടുകളായാൽ പോലും ഒന്നുമില്ലെങ്കിൽ പോലും കുറേ പാത്രങ്ങളുള്ള വീടുകളുണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു കാര്യമാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അത് അധിക്ഷേപിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഞാനത് പറയാൻ കാരണം ഞാനിവിടെ എൻ്റെ ചേട്ടൻ പെണ്ണ് കാണാൻ വന്നതും കല്യാണം നടത്തിയ ആ ഒരു സമയം തൊട്ട് അവിടെ നിങ്ങോട്ട് പെണ്ണ് കാണാൻ വന്ന സമയം തൊട്ടേ ഈ ഒരു വീട്ടുകാരെ എൻ്റെ ചേട്ടനെ അനിയനെ എൻ്റെ അച്ഛനെ അമ്മേനെ അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ സ്വന്തം ഫാമിലി ഞാൻ പറയാലോ, വേറെ നമ്മുടെ അയൽവക്കംകാരോ അല്ല എൻ്റെ കൂട്ടുകാരെയോ ആരെയും പറയുന്നില്ല. എൻ്റെ സ്വന്തം ഫാമിലി അവർ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട് ഇവരെ. നീ എന്ത് കണ്ടിട്ടാണ് അങ്ങ് പോകുന്നത്, ഒരു ഗതിയും പരഗതി ഇല്ലാത്ത വീട്, അല്ലെങ്കിൽ നല്ലൊരു വീടില്ല, പുറകിലൊരു തോടാണ്, പിന്നെ വീട്ടിൽ പെരുമാറാനുള്ള ഒരു സാധനങ്ങളും ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ വീട്ടിൽ എന്തൊക്കെയുണ്ടോ, അല്ലെ വീട് ഫ്ലാറ്റാണോ, അല്ലെങ്കിൽ വീട്ടിൽ ടൈലിട്ട വീടാണോ, പിന്നെ ഗ്രാനൈറ്റ് ഇട്ട വീടാണോ, മുറ്റത്തൊക്കെ ടൈലിട്ട വീടാണോ, ഇതൊന്നും നോക്കിയല്ല ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടത്. വെച്ചാൽ ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് അല്ല കേട്ടോ. അപ്പോൾ ആ ഒരു വ്യക്തി എന്നെ കാണാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഇഷ്ടമാണെന്ന് പറയാൻ കാരണം ആ ഒരു മനസ്സാണ്. നമ്മൾ ഓവർ സൗന്ദര്യം ഞാൻ ജാതി മതം നിറം ഇതൊന്നും നോക്കി പോകുന്നൊരു വ്യക്തിയല്ല. പിന്നെ ഒരു വീടിൻ്റെ വലിപ്പമല്ല, വീട്ടിലെ എല്ലാ സാധനങ്ങളും വേണം, AC വേണം, ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം ഒരു ഓലപ്പുരയിലാണ്. എൻ്റെ 10ാം ക്ലാസ് പഠനം വരെ ഞാൻ ഒരു ഓല ഷെഡിലാണ് കിടന്നത്. ഓല ഷെഡ് വെറുതെ ചൂട്ടും കറുത്ത ഷീറ്റും മാത്രമായിരുന്നു. അത് മാത്രമേ എൻ്റെ വീടിൻ്റെ മേൽക്കൂര കിടന്നുള്ളൂ. അത്രയും ഒരു വീട്ടിൽ നിന്ന് വെട്ടവും വെളിച്ചവും കണ്ടു തുടങ്ങിയത് എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം. കറണ്ട് പോലും ഇല്ലായിരുന്നു. എൻ്റെ 20 വർഷക്കാലം എൻ്റെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. 20ാം വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ അത്രയും വർഷം വെട്ടവും വെളിച്ചവും ഒന്നും ഇല്ലാണ്ട് കിടന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്കത് സ്വർഗ്ഗമാണ്. കാരണം ഇവിടെ ഒരു കുഞ്ഞ് ഷെഡാണെങ്കിൽ പോലും എനിക്കത് സ്വർഗ്ഗമാണ്. ഈ വീട്ടിൽ എന്തൊക്കെ ഇല്ലായ്മയുണ്ടോ അതൊക്കെ, കാരണം എനിക്കിഷ്ടമെന്ന് പറഞ്ഞു, കല്യാണം നടത്തി തന്നു. പിന്നീട് അങ്ങോട്ട് എനിക്കെന്ന് പറയാൻ ആരും തന്നെ അങ്ങനെ വരാനോ പോകാനോ എന്നെ തിരക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു സ്വന്തക്കാരും ഇല്ല. ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷമായി. ഇത്രയും വർഷക്കാലം എനിക്കെന്ന് പറയാൻ ഈ അച്ഛനും അമ്മയും എൻ്റെ സഹോദരനും എൻ്റെ ഹസ്ബൻഡും 2 മക്കളും മാത്രമേ ഉള്ളൂ. അപ്പം അവരെ ഒരിക്കലും അധിക്ഷേപിച്ച് സംസാരിച്ചില്ല. ഈ വീട്ടിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നതിന് ശേഷമാണ് ഈ വീട്ടിലേക്കുള്ള സർവ്വത്ര സാധനങ്ങൾ മേടിച്ചത്. കാരണം ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ വന്ന് കയറുമ്പോഴത്തേക്കും നമ്മളാണ് പിന്നെ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പം ഇവർ 2 ആൺപിള്ളേരാണ്, ചേട്ടനും അനിയനും. അപ്പം നമ്മളാണ് പിന്നെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറുമ്പോൾ എല്ലാ സാധനങ്ങളും വേണം. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നോ, പാത്രങ്ങളായിട്ടും അതിൽ എന്തൊക്കെ സാധനങ്ങൾ കുറവുണ്ടായിരുന്നോ അതെല്ലാം ഞാൻ തന്നെയാണ് വാങ്ങിച്ചത്. ഞാൻ ഒരു അധിക്ഷേപിച്ച് രീതി സംസാരിച്ചതല്ല. ഞാനാണ് എല്ലാ കൂട്ടവും വാങ്ങിച്ചത്. ഞാൻ എന്നെ അത്രയ്ക്കും അധിക്ഷേപിച്ചവരാണ് എൻ്റെ വീട്ടുകാർ. എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അവിടെ എന്താണുള്ളത്, ഒരു പാത്രം പോലുമില്ല, അല്ലെങ്കിൽ ഒരു സ്പൂണ് പോലുമില്ല, അങ്ങനെയൊക്കെ ഒരുപാട് അധിക്ഷേപിച്ച ആളുകളാണ് എൻ്റേത്. പക്ഷേ എങ്കിലും ഞാൻ വന്നതിന് ശേഷം ഞാനിതൊന്നും കണ്ടുകൊണ്ടല്ല വന്നത്. ഇവിടെ എന്തൊക്കെ ഉണ്ടോ ഇല്ലയോ അതൊക്കെ എന്താ പറയണേ, ഞാനാണ് അതിലൊക്കെ പെരുമാറേണ്ടത്. അപ്പോൾ പാത്രമായിട്ട് സ്പൂണായിട്ട് ഇല്ലായ്മ ഉണ്ടെങ്കിൽ ആ ഇല്ലാത്ത പോലെ ഞാൻ ജീവിച്ചോളാം എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇല്ലാത്ത ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കാശ് മുടക്കി ഈ വീട്ടിലേക്ക് അതൊക്കെ മേടിക്കാനും തയ്യാറാണ്. എല്ലാ സാധനങ്ങളും ഞാൻ തന്നെയാണ് മേടിച്ചത്. ഞാൻ മേടിച്ചത് എൻ്റെ സ്വന്തം കാശല്ല. കാരണം എനിക്ക് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. എൻ്റെ അനിയനും ചേട്ടനും അച്ഛനും പണിക്ക് പോകുമ്പോഴത്തേക്കും അവരെൻ്റെ കയ്യിൽ പൈസയൊക്കെ തരും. ഓരോ കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ പൈസ തരും. അങ്ങനെ മാറ്റി വെച്ച് കൂട്ടി വെച്ചാണ് ഞാൻ ഓരോ സാധനങ്ങൾ ഈ വീട്ടിലേക്ക് മേടിക്കുന്നത്. അതെൻ്റെ ചേട്ടനും അറിയാം, എൻ്റെ അനിയനും അറിയാം, എൻ്റെ അച്ഛനും അറിയാം. എല്ലാ സാധനങ്ങളും ഇപ്പോഴും ഓരോ സാധനങ്ങളും വീട്ടിലേക്ക് മേടിക്കുന്നത് ഞാനാണ്, പൈസ തരുന്നത് അവരാണ്. അതുകൊണ്ട് അവർക്കറിയാമല്ലോ, അവരെ മറച്ചൊരു കാര്യങ്ങളും ഞാൻ ഈ വീട്ടിൽ ചെയ്യാറില്ല. അപ്പം ആ വീഡിയോയിലൂടെ ഞാൻ ചിലപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞോളൂ. ഞാൻ വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷമാണ്
അതൊക്കെ ഞാൻ വാങ്ങിച്ചത് ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരിക്കലും ഒരു അധിക്ഷേപ രീതിയിൽ ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ആ കേട്ട ചേട്ടനും ഫാമിലിക്കും അങ്ങനെ ആയിരിക്കും തോന്നിയത്. ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീനെ ഞാനൊരു കുറച്ചിലായിട്ട് പറഞ്ഞതല്ല. എൻ്റെ ദൈവത്തിന് തുല്യമായിട്ടാണ്, എൻ്റെ വൈക്കത്തപ്പന് തുല്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഫാമിലിനെ കാണുന്നത്. കാരണം എനിക്ക് എത്രത്തോളം അവർ സപ്പോർട്ടാണ്, എനിക്ക് എത്രത്തോളം ദൈവതുല്യരാണ്, എൻ്റെ എല്ലാ കാര്യത്തിനും എത്രത്തോളം എനിക്ക് കൂട്ട് നിന്നിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവുള്ളൂ. കാരണം അതുപോലെയാണ് അവരെന്നെ നോക്കുന്നതും ഞാൻ അവരെ കാണുന്നതും. അപ്പം എനിക്കത് കേട്ടപ്പം ഭയങ്കര വിഷമമായി. ഞാനത് 2-3 വട്ടം അനിയൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേട്ടൻ അങ്ങനെ പറഞ്ഞല്ലേ, എനിക്കത് ഭയങ്കര വിഷമമായി. ഞാനൊരിക്കലും അങ്ങനെ ഒരു അധിക്ഷേപിച്ച് അല്ലടാന്ന് ഞാനിങ്ങനെ പറഞ്ഞ്. അപ്പം അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി എന്ന് ആ ചേട്ടൻ പറഞ്ഞ്. അത് തന്നെ ഞാനിങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അവൻ പണി കഴിഞ്ഞ് വന്ന സമയത്ത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കലും അതൊരു കുറച്ചിലായിട്ട് കണ്ട് പറഞ്ഞല്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ അലക്കും പെറുക്കുമല്ല ഈ ഒരു കഥയോട് കൂടി അങ്ങ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അനിയൻ ഇവിടെ നിന്നിട്ട് ക്ലീനിങ് ആണ്. നമ്മുടെ ഇവിടെ ഞാനിവിടെ വന്നിട്ട് 13 വർഷമായിട്ടോ. ഇത്രയും വർഷം എല്ലാ വർഷവും വെള്ളം കയറി ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പരിസരമൊക്കെ ക്ലീനാക്കുന്ന അനിയനാണ് കേട്ടോ. ഈ ഒരു വോയിസ് ഓവർ ഇവിടം വരെ എത്തിയപ്പോൾ തന്നെ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടെ ഇതിനകത്ത് കേൾക്കാം. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അങ്ങനത്തെ അനിയൻ മുറ്റമൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഫ്രണ്ട് വശമൊക്കെ ക്ലീനാക്കി, ഇനി പുറകിലോട്ട് പോകണം. ചുറ്റും ചവറും എക്കലും ഒക്കെയാണ് കേട്ടോ. ഈ കുറേശ്ശെ വെള്ളം അങ്ങ് കിടക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തോടൊപ്പം തന്നെ ഇങ്ങനെ ചൂല് വലിഞ്ഞ് പോകുമ്പോഴത്തേക്കും നല്ല പോലെ ഉണങ്ങും കേട്ടോ. വെയിലങ്ങ് തെളിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ അങ്ങ് വലിയും. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ ചെളിയൊക്കെ ആയ ഇതൊക്കെ അങ്ങ് കട്ടയാകും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കാല് കുത്തിയാലും അങ്ങ് നമ്മൾ തെന്നി പോകത്തില്ല കേട്ടോ. അങ്ങനെ അനിയൻ അവിടെ കിടന്ന് ക്ലീനിങ് ആണ്. പിന്നെ ഞാൻ ബാക്കി തുണികളും കൂടെ പെട്ടെന്ന് അവിടെ നിന്ന് ഊരി പിഴിയുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വിരിച്ചേക്കണ തുണിയൊക്കെ ഉണങ്ങണ അനുസരിച്ച് എടുത്തതിന് ശേഷം വേണം ഇപ്പോൾ അലക്കണ തുണിയൊക്കെ കൊണ്ടിടാനായിട്ട് കേട്ടോ. എന്നുണങ്ങി കിട്ടുമോ എന്തോ. കാരണം ഇടയ്ക്ക് മങ്ങുന്നു, ഇടയ്ക്ക് തെളിയുന്നു, എപ്പോഴാണ് മഴ പൊട്ടി വീഴണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഈ മഴയുടെ സമയത്താണെങ്കിലും വെയിൽ തെളിയണ സമയത്താണെങ്കിലും ഞാൻ എന്നൊക്കെ തുണി കൊണ്ട് സന്തോഷിച്ച് കൊണ്ടിട്ടോ അന്നൊക്കെ നല്ല പെരുത്ത മഴയായിരിക്കും കേട്ടോ. ഇന്ന് എപ്പോഴാണോ മഴ പെയ്യണമെന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ നമ്മുടെ അമ്പാടിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഈ ഒരു പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയമൊന്നും ആയിട്ടില്ല, ഒരുപാട് സമയം പോയതുപോലെ തോന്നുന്നതാണ് കേട്ടോ. ഒന്നും സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. 9 മണി പോലും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ പണി രാവിലെ അങ്ങ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം, അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു ജോലിയൊക്കെ അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങണ്ടല്ലോ. ഒന്നാമത് മഴയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങണത് ഭയങ്കര അരിശമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക്. കാരണം അപ്പടി ചെളിയാണ്. വെറുതെ വെള്ളം കിടക്കുവാണെങ്കിൽ നമുക്ക് അത്രയും സങ്കടമില്ല കേട്ടോ. മുഴുവൻ ചെളി ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല കേട്ടോ. അങ്ങനത്തെ അനിയൻ പറയുമായിരുന്നു അവിടെ ക്യാമറ വെച്ചോ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ കിട്ടൂല്ലോ എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവന് വേണ്ടിയിട്ട് പ്രത്യേകം ക്യാമറയൊക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി എൻ്റെ ജോലിയിലോട്ട് പോയി തുണി ഉരിപ്പിഴിയാനും പിന്നെ പുറകുവശത്ത് ഇടേണ്ട തുണിയൊക്കെ അവിടെ ഇട്ടു. പിന്നെ നമുക്ക് കട്ടിയുള്ള തുണിയൊക്കെ എടുത്ത് ബക്കറ്റിൽ വെച്ചു അപ്പുറത്തെ കൊണ്ട് വിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ തുണികളും ഇതെല്ലാം വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവൻ അവിടെ അടിച്ചു കൂട്ടി വാരുന്നതൊക്കെ ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഓരോ ജോലിയൊക്കെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ ചെയ്ത് തീർക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ അമ്മ ചോറ് വെക്കുന്നുണ്ട്, ചേട്ടൻ പിള്ളേരെ നോക്കി അകത്തിരിപ്പുണ്ട്. പിള്ളേരെ നോട്ടം തന്നെ ഒരു ചടങ്ങാണ്. പിന്നെ കുറുമ്പും കുസൃതിയൊക്കെ ഉണ്ട് പിള്ളേർക്ക്. പിന്നെ അമ്പാടിക്ക് ചെറുതായിട്ട് പനിക്കണോണ്ട് തന്നെ അതിൻ്റെ വാശിയുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഫോണൊക്കെ വെച്ച് കൊടുത്ത് കാത്തുമൊക്കെ വെച്ച് കൊടുത്ത് ആശ്വസിപ്പിച്ചൊക്കെ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടം വരെ ആയിട്ടോ. എൻ്റെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം, ഇനി ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ചോറ് കഴിക്കും കേട്ടോ. ഒരേ തോന്നലാണ്. എന്നുവെച്ചാൽ ഗ്യാസൊക്കെ തീരാറായിരിക്കുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഗ്യാസൊക്കെ എടുത്തെങ്കിലേ എനിക്ക് ഒരു മൂഡ് വരത്തുള്ളൂ. ഗ്യാസ് തീരാറാകുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക്. എന്താണെന്നറിയത്തില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ തോന്നിയില്ല. പിന്നെ ആകപ്പാടെ പാലും കാച്ചും കൊച്ചിന് കുറുക്കും ഉണ്ടാക്കും, വേറെ ഒന്നും അരിട്ട് ഉണ്ടാക്കത്തില്ല കേട്ടോ. കാരണം അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പണി. അതുകൊണ്ട് ചിലപ്പോൾ കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ചോറ് കഴിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുക. അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ജോലിയും കാര്യങ്ങളും. അങ്ങനത്തെ അനിയൻ അവിടെയൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് നോക്കിയിരുന്ന ഓരോ വർത്താനമൊക്കെ പറയുകയാണ് കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സൈഡിൽ നിൽക്കുവാണ്. അപ്പോൾ അവൻ്റെ ജോലികളൊക്കെ ചെയ്യട്ടെ എന്നോർത്ത് ഞാൻ ക്യാമറയ്ക്ക് ഫ്രണ്ടിലേക്ക് വരാത്തതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണല്ലോ ചെയ്യാനുള്ളത്. അപ്പം നമ്മളായിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ.
അതുകൊണ്ട് പിന്നെ അവനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ അടിച്ച് വാരി കൂട്ടിയിട്ടാണ് കേട്ടോ വാരി കൊണ്ട് കളയുന്നത്. കാരണം ഒരുമിച്ച് അങ്ങ് പോവത്തില്ല. ഈ ചെളിയും വെള്ളവും കിടക്കുന്നിടത്ത് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചവറ് നീക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തായാലും നടക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സ്പീഡിലിട്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം എങ്ങും എന്തായാലും ചവറ് അടിച്ച് കഴിയാലെന്ന് മനസ്സിലായതുകൊണ്ട് കുറച്ച് സ്പീഡിലിട്ടു. ഒരു 10-15 മിനിറ്റോളം ഉണ്ട് കേട്ടോ ഈ അടിച്ച് വരുന്ന വീഡിയോ തന്നെ. അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് കുളിക്കാമെന്ന് കരുതി. കാരണം ഇനിയും നമ്മൾ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹോസ്പിറ്റൽ പോക്കൊക്കെ മുടങ്ങും കേട്ടോ. അപ്പോൾ കുറച്ച് താമസിച്ച് പോയാൽ മതി. കാരണം പീഡിയാട്രിഷ്യനൊക്കെ അവിടെ വന്നൊക്കെ അവർ ഉറച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സമയമാകും കേട്ടോ. നമ്മൾ പിന്നെ വെറുതെ കൊച്ചിനെയും കൊണ്ട് പോയി നിൽക്കണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ ഞാൻ ദേ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അനിയൻ അവിടെയൊക്കെ അടിച്ച് വാരിയൊക്കെ ഇരിക്കട്ടെ. ആ സമയത്ത് ഞാൻ പോയിട്ട് പെട്ടെന്ന് കുളിച്ചിറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ദേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ അമ്പാടി ഭയങ്കര കരച്ചിൽ തുടങ്ങി. അവനിങ്ങനെ മൂക്കൊലിപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ കൊച്ചിന്. അതങ്ങനെയാണല്ലോ, നമുക്കാണല്ലോ മൂക്കിൽ കൂടെ ഇങ്ങനെ ഈ പനിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ അനീഷ് കൊച്ചിൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകുവാണ്. രാവിലെ തന്നെ അവനെ കുളിപ്പിച്ചായിരുന്നു കേട്ടോ. മേലൊക്കെ ഒന്ന് കുളിച്ചായിരുന്നു. അങ്ങനെ എൻ്റെ കുളിയും ചെപ്പോല്ലാം കഴിഞ്ഞ് പിന്നെ അതേ അമ്പാടിയായിട്ട് അവിടെ വർത്താനൊക്കെ പറഞ്ഞ് അവൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ ഒന്ന് തേച്ച് പിന്നെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആൾക്ക് പനി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങും ഇരിക്കത്തില്ല, ആരുടെയും കൈ പോകത്തില്ല കേട്ടോ. പിന്നെ ഭയങ്കര കരച്ചിലും കാറും കൂവും ബഹളമൊക്കെ ആയിരിക്കും. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാനും പിന്നെ അവിടെ നിന്ന് പതിയെ ഇറങ്ങി ഇങ്ങ് പോന്നു കേട്ടോ. ചേറാണ് എവിടെ ചവിട്ടണം എന്നാലോചിച്ചാണ് ഞാൻ നടക്കണേ കേട്ടോ. അങ്ങനെ പിന്നെ അടുക്കളയിൽ വന്നിട്ട് പെട്ടെന്ന് കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. എന്തായാലും ഗ്യാസ് തീരാറായി. പക്ഷേ ഉപ്പുമാവെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണമല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗ്യാസ് തീർന്നു. അപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കേട്ടോ. അപ്പോൾ റവയൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് അങ്ങ് റെഡിയാക്കി. റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. വിശന്ന് ആകെ നാശമായിട്ടിരിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയൊക്കെ കഴിച്ചതിനൊക്കെ ശേഷം വേണം കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കേട്ടോ. അങ്ങനെ ദേ ഇപ്പുറത്തെ അടുപ്പയിലാണെങ്കിൽ ഞാൻ പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് അമ്പാടിക്കുള്ള. പിന്നെ വേഗം റവ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ പപ്പടമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, പഴമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പോയിരുന്നു ഫുഡൊക്കെ ഞാൻ കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവ അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞുവാവ തൊട്ടി കിടന്ന് ആടുന്നുണ്ട് കേട്ടോ. അമ്പാടിക്ക് അപ്പുറത്ത് കാത്തുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ പപ്പടം കാണുമ്പോഴത്തേക്ക് ഓടി വരും കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ പൊടിച്ചിടും. പക്ഷേ ഇന്നെന്തോ വന്നില്ല കേട്ടോ. ഞാനെങ്കിൽ വേണമെന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്ക് വലിയ മൈൻഡില്ലാണ്ട് അവിടെ ഇരിക്കുവാണ്. കാരണം പനി ആയതുകൊണ്ടായിരിക്കും. പനി ആകുമ്പോഴത്തേക്കും പിള്ളേരെയൊക്കെ മൂടൊക്കെ അങ്ങ് മാറുമല്ലോ. പിന്നെ ഫുഡൊന്നും അവനങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. ബിസ്ക്കറ്റൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ബിസ്ക്കറ്റ്, റസ്ക് അതൊക്കെ കഴിക്കും. പിന്നെ ഇടയ്ക്ക് ദോശ മേടിച്ച് കൊടുക്കും. ദോശ വേണമെന്ന് പറയുന്ന ദിവസം ദോശ മേടിച്ച് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ കഴിക്കത്തില്ല. ബിസ്ക്കറ്റ്, പാലൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അമ്പാടിയുടെ വർത്തമാനം പറഞ്ഞൊക്കെയാണ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. നമുക്കിപ്പം തന്നെ ഡോക്ടറെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ റെഡിയായിട്ട് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ കൊച്ചിനെ ഒന്ന് കൊണ്ട് കാണിച്ചതിനൊക്കെ ശേഷം എനിക്കാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഒരു ചെറിയ ചൂട് വന്നാൽ എനിക്ക് അപ്പം തന്നെ ഡോക്ടറെ കാണാൻ പോകും. അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ല കേട്ടോ. നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ 2-3 ദിവസത്തെയൊക്കെ പനിയൊക്കെ അങ്ങനെ കൊണ്ട് നടക്കും. അതേപോലെ അല്ലല്ലോ പിള്ളേർ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഡോക്ടറെ അടുത്ത് കുത്തിവെക്കും, മരുന്ന് തരും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് ഇറങ്ങി കേട്ടോ. ഇന്ന് കാര്യമായിട്ടുള്ള തിരക്കില്ലായിരുന്നു കേട്ടോ. എന്തോ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിലും അങ്ങനെ തിരക്കൊന്നും ഇല്ല കേട്ടോ. ചെന്നപ്പോഴേ കാണാൻ പറ്റി. പിന്നെ മരുന്നിൻ്റെ കൗണ്ടറിൻ്റെ അടുത്തും വലിയ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ അങ്ങനത്തെ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ മേളിത്തെ നിലയിലാണ് കേട്ടോ. ഡോക്ടർ അങ്ങനെ കണ്ട് നേരെ താഴെയിട്ട് വന്നു. മരുന്നൊക്കെ മേടിച്ച് അപ്പോൾ സിറപ്പ് 2 കൂട്ടം തന്ന് മൂക്കിലൊഴിക്കാനുള്ള മരുന്നൊക്കെ തന്ന് അങ്ങനെ അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ വന്നതിന് ശേഷം ഉച്ച കഴിഞ്ഞ് എൻ്റെ മാമൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. വെറുതെ പോകണം കേട്ടോ. മാമൻ്റെ മകനെയും വൈഫിനെയും കൊച്ചിനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഞാൻ എപ്പോൾ ചെന്നാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകുന്ന നേരെ വീട്ടിലെത്തി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ചായയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ചായയും വടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്പാടിക്ക് പിന്നെ ഇത് മാമൻ്റെ മകളുടെ കൊച്ചാണ് കേട്ടോ. അപ്പുറത്ത് കിടക്കുന്നത് ഇപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന മകൻ്റെ കൊച്ചാണ് കേട്ടോ. പിന്നെ നടുക്ക് അമ്പാടിയും കയറി കിടപ്പുണ്ട്. അങ്ങനെ അവരെന്തെടുക്കുകയെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിള്ളേർ വഴക്കൊന്നും ഉണ്ടാക്കാണ്ടിരുന്ന് വീഡിയോ ഒക്കെ കാണുവാണ്. അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റ ബൈ ബൈ. സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.